നമസ്കാരം. മകൾ ദിയ കൂടപ്പിറപ്പുകളെ പോലെ വിശ്വസിച്ച് കൂടെ നിർത്തിയ കുട്ടികളാണ് മകളെ പറ്റിച്ചതെന്ന് കഴിഞ്ഞ ദിവസം ദിയ കൃഷ്ണയുടെ അമ്മ സിന്ധു കൃഷ്ണ സംസാരിച്ചുകൊണ്ട് എത്തുകയുണ്ടായി. ഇതിന് പിന്നാലെ ഇന്ന് കൃഷ്ണകുമാറും മകളും നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യങ്ങളെക്കുറിച്ച് പറയുകയും ചെയ്തു. എവിടെയാണ് നിങ്ങളൊരു സംശയം വന്നത് എന്ന് ചോദിച്ചു തുടങ്ങുമ്പോൾ ഈ കുട്ടികളുടെ കാര്യത്തിൽ തനിക്ക് നേരത്തെ സംശയമുണ്ടായിരുന്നു എന്നാണ് ദിയ കൃഷ്ണയുടെ അമ്മ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത്. തനിക്ക് ഈ കുട്ടികളുടെ മേൽ നേരത്തെ തന്നെ ഒരു ബാഡ് വൈബ് അടിച്ചിരുന്നു എന്നായിരുന്നു മാധ്യമങ്ങൾക്ക് നേരെ തന്നെ സിന്ധു കൃഷ്ണ പ്രതികരിച്ചത്. ഇന്ന് ഈ സംഭവത്തെക്കുറിച്ച് വിവരിച്ച് മാധ്യമങ്ങളോട് കൃഷ്ണകുമാറും മകളും എത്തിയിട്ടുണ്ടായിരുന്നു. ഗർഭിണിയായ മകൾക്ക് കടയിൽ പോയി ഇരിക്കാൻ കഴിയാതെ വന്നതോടെ കട പൂർണ്ണമായും ജോലിക്കാരുടെ കയ്യിലാവുകയായിരുന്നു. അവരെ പൂർണ്ണമായും വിശ്വസിച്ചിരുന്ന ദിയയെ പറ്റിച്ച് തുകകൾ അവർ സ്വന്തമാക്കുകയായിരുന്നു. QR കോഡിലേക്ക് സ്വീകരിക്കുകയും ദിയയുടെ കടയിലെ ആഭരണങ്ങൾ മറിച്ചുവിറ്റ് അത് അയക്കുന്ന കൊറിയർ ഫീസ് കൂടി ദിയയെ കൊണ്ട് കൊടുപ്പിക്കുകയും ചെയ്തിരുന്നു. മകൾ ഇഷാനിയുടെ സുഹൃത്ത് ആഭരണം വാങ്ങിയപ്പോൾ ഉണ്ടായ സംശയമാണ് തട്ടിപ്പ് പുറത്തു കൊണ്ടുവരാൻ വഴിതെളിയിച്ചത്. പൂർണ്ണ ഗർഭിണിയായി ശാരീരിക അസ്വാസ്ഥ്യങ്ങളോടെ ഇരിക്കുന്ന മകൾ ഏറെ ദുഃഖിതയാണെന്നും വിശ്വസിച്ച് കൂടെ നിർത്തിയ പെൺകുട്ടികൾ തന്നെ ചതിച്ചല്ലോ എന്നതാണ് പണം നഷ്ടപ്പെട്ടതിനേക്കാൾ ദിയയെ തകർത്തു കളഞ്ഞതെന്നും ഇന്നലെ ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ സിന്ധു കൃഷ്ണയും പറയുകയുണ്ടായി. ഇത് കണ്ടുപിടിച്ചത് ഇളയ മകൾ ഇഷാനിയുടെ സുഹൃത്ത് ഒരു ദിവസം കടയിലെത്തിയപ്പോഴാണെന്നാണ് സിന്ധു കൃഷ്ണകുമാറും മകൾ ദിയയും ഇന്ന് പ്രതികരിച്ചത്. തന്റെ ഇളയ മകൾ ഇഷാനിയുടെ സുഹൃത്ത് പർച്ചേസിനായി കടയിലെത്തുകയും അവിടെ QR കോഡ് സ്കാൻ ചെയ്യാൻ പോയപ്പോഴേക്കും ഇത് വേണ്ട, പകരം തങ്ങളുടെ QR കോഡ് സ്കാൻ ചെയ്യാൻ പറയുകയും ചെയ്തു. ഇതിനെ തുടർന്ന് ഇത് ഇഷാനിയെ അറിയിക്കുകയും ഇഷാനി വീട്ടിൽ വന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് തന്നെയാണ് ദിയ സ്റ്റോറി ഇട്ടതും കൂടുതൽ കാര്യങ്ങളൊക്കെ തന്നെ കള്ളി വെളിച്ചത്തായതും. ഇത് ഇഷാനി വന്ന് വീട്ടിൽ വന്ന് പറയുകയും സിന്ധുവും ദിയയും ഇതിനെ തുടർന്ന് അന്വേഷണം നടത്തുകയും ദിയ സ്റ്റോറി ഇട്ടതിനെ തുടർന്നുമാണ് ഈ മോഷണാരോപണങ്ങളെല്ലാം തന്നെ പുറത്തു വരുന്നത്. ദിയ വിശ്വസിച്ച് ഷോപ്പിൽ നിർത്തിയിരുന്ന പിള്ളേരായിരുന്നു ഈ കുട്ടികൾ. എനിക്ക് എപ്പോഴും ഒരു റോങ് വൈബ് അവരിൽ നിന്ന് ഫീൽ ചെയ്തിട്ടുണ്ടെന്ന് സിന്ധു പറഞ്ഞിരുന്നു. പക്ഷെ ഇങ്ങനെ ചെയ്യുമെന്നൊട്ടും പ്രതീക്ഷിച്ചില്ല. ഇഷാനിയുടെ ഒരു സുഹൃത്ത് അവിടെ പോയി സാധനം വാങ്ങിച്ചപ്പോൾ ആ കുട്ടിയുടെ പേയ്മെന്റ് മറ്റൊരു QR കോഡിൽ വാങ്ങിയതോടെ അതോടെയാണ് ഈ വിവരങ്ങൾ പുറത്തു വന്നത്. എനിക്കും ഷോക്കിംഗ് ആയിരുന്നു ഈ വാർത്ത. 500 1000 എടുക്കുന്നത് പോലെ അല്ല ഇത്രയും വലിയൊരു തുക എടുക്കുന്നതെന്നുള്ള വലിയ സീരിയസ്നെസ് പോലും അവർക്ക് മനസ്സിലാകുന്നില്ല എന്ന് സിന്ധു കൃഷ്ണകുമാർ പ്രതികരിച്ചു. ഇഷാനിയുടെ ഒരു സുഹൃത്ത് അവിടെ പോയി സാധനം വാങ്ങിയപ്പോൾ അവരുടെ QR കോഡാണ് പണം അയക്കാൻ കൊടുത്തത്. അങ്ങനെ ആ കുട്ടി ഇഷാനിയോട് ചോദിച്ചു. ഇഷാനി ദിയയോട് ഇക്കാര്യം ചോദിച്ചപ്പോൾ ദിയ പറഞ്ഞു, അങ്ങനെ ഞാൻ അവരോട് പറഞ്ഞിട്ടില്ലല്ലോ എന്ന്. അങ്ങനെ സംശയം തോന്നിയ ദിയ ഇൻസ്റ്റഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടിരുന്നു. എന്റെ ഓഫീസിൽ വന്ന് ആരെങ്കിലും എന്റേതല്ലാത്ത QR കോഡിൽ പണം കൊടുത്ത് സാധനം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അറിയിക്കണമെന്ന്. ഇത് പോസ്റ്റ് ചെയ്ത ഉടൻ തന്നെ ആയിരക്കണക്കിന് മെസ്സേജുകളാണ് ഞങ്ങൾക്ക് വന്നത്. അങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുന്നത്. എന്റെ മാനസികാവസ്ഥ ഇപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. നമുക്ക് മുന്നിൽ വരുന്നതെല്ലാം നേരിട്ടല്ലേ പറ്റൂ. നമ്മുടെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ പേടിക്കേണ്ട കാര്യമില്ല. ആ കുട്ടികളെ കൈയോടെ പിടിക്കുകയും അവർ കുറ്റസമ്മതം നടത്തുകയും ചെയ്യുന്ന വീഡിയോ നമ്മുടെ കയ്യിലുണ്ട്. ആ വീഡിയോ പോലും ഞങ്ങൾ പുറത്തുവിടാതെ ഇരുന്നപ്പോഴാണ് ഇപ്പോൾ ഞങ്ങൾക്കെതിരെ കേസുമായി പോയതുകൊണ്ട് അത് പുറത്തുവിട്ടത്. തെറ്റ് ചെയ്തവർ കുറ്റം സമ്മതിച്ചു. നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വലിയൊരു തുക അവർ എടുത്തിട്ടുണ്ട്. നമ്മൾ അപ്പോഴും ചിന്തിക്കുന്നത് ഇത് പുറത്തുവിട്ടാൽ അവരുടെ പേര് മോശമാകുമെന്നായിരുന്നു. പണം കൊണ്ടുവരാം, കേസ് കൊടുക്കരുത്, ഞങ്ങളുടെ ജീവിതം നശിപ്പിക്കരുത് എന്ന് അവർ പറഞ്ഞിരുന്നു. അന്ന് അവർ ഇവിടെ ഇരിക്കുമ്പോഴോ ഇറങ്ങിപ്പോകുമ്പോഴോ തന്നെ നമുക്ക് വേണമെങ്കിൽ പോലീസിനെ വിളിക്കാമായിരുന്നു. പക്ഷെ ഞങ്ങൾ ഒന്നും ചെയ്തില്ല. 3 പെൺകുട്ടികളാണ്, പ്രായം കുറഞ്ഞവരാണല്ലോ. 2 പേരും 25 വയസ്സിന് താഴെയുള്ളവരായിരുന്നു. അവരുടെ ഒരുപാട് ജീവിതം മുന്നിലുണ്ട്. അപ്പോൾ നമ്മളായി കുട്ടികളുടെ ഭാവി തകർക്കരുത്. ക്ഷമിക്കാമെന്നാണ് കരുതിയത്. പക്ഷെ അതിനുശേഷം കൂടെയുള്ള ആരെങ്കിലും അവർക്ക് കൊടുക്കുന്ന ഉപദേശം കേട്ടിട്ടായിരിക്കാം അവർ ആ ദിവസം രാത്രി ദിയയെ വിളിക്കുന്നതും എന്തൊക്കെയോ വേണ്ടാത്തത് പറയുന്നതും. അതിലോട്ടൊന്നും പോകുമ്പോൾ അവരുടെ ടോൺ മാറുകയുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ഒരു കേസ് കൊടുത്തതെന്നാണ് ഇവരെല്ലാവരും പ്രതികരിച്ചുകൊണ്ട് എത്തിയത്.